ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഇവിടെ കാണിക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. നമ്മുടെ വീട്ടിൽ എപ്പോഴുമുള്ള കുറഞ്ഞ ചേരുവയിൽ തയ്യാറാക്കാൻ പറ്റിയ, അതും വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത്. ഇത് നമുക്ക് രക്തക്കുറവുള്ളവർക്കും അതുപോലെ തന്നെ ടീനേജേഴ്സൊക്കെ ആയിട്ടുള്ള കുട്ടികൾക്ക്, അത് ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും മുടി കൊഴിച്ചിലുള്ളവർക്കും എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ ഒരു ഹെൽത്തി ആയിട്ടുള്ള എള്ളും അവലും വിളയിച്ചതാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് 2 കപ്പ് എള്ളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കറുത്ത എള്ളാണ് കേട്ടോ. എള്ളിൽ നന്നായിട്ട് അഴുക്കുണ്ടാവും. അപ്പോൾ അഴുക്ക് കളയാൻ വേണ്ടി 2-3 തവണ ഒന്ന് കഴുകിയെടുത്താൽ മതി. എന്നിട്ടൊന്ന് ഡ്രൈ ആക്കി എടുത്താൽ മതി. ഒരു ടവലിലോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറിലോ ഇട്ടിട്ടൊന്ന് ഡ്രൈ ആക്കി എടുത്താലും മതി. പിന്നെ എള്ളിൻ്റെ ഗുണങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ മരുന്നുണ്ട തയ്യാറാക്കുന്ന വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് ഗുണങ്ങളുള്ളതാണ് എള്ള്. ധാരാളം ആൻറ്റി ഓക്സിഡൻസ്, അയൺ, പ്രോട്ടീൻ, വൈറ്റമിൻസൊക്കെ അടങ്ങിയിട്ടുള്ളതാണ് എള്ള്. ഇത് നമുക്ക് വിളർച്ച ഇല്ലാതാക്കാൻ, എള്ളുകളുടെ ബലത്തിന്, സ്കിന്നിൻ്റെ തിളക്കത്തിന്, ആർത്തവ ക്രമക്കേടിനും, കൊളസ്ട്രോൾ കുറയ്ക്കാനും, ബ്ലഡ് ഷുഗർ കുറയ്ക്കാൻ, ക്യാൻസറിനെ ചെറുക്കാനൊക്കെ നമ്മളെ സഹായിക്കുന്നുണ്ട്. ഫൈബറിൻ്റെ അളവ് ധാരാളം ഉള്ളതുകൊണ്ട് തന്നെ ദഹനം മെച്ചപ്പെടുത്താനും ഇത് നമ്മളെ ഒരുപാട് സഹായിക്കുന്നുണ്ട്. എള്ളൊന്ന് വാഷ് ചെയ്തതിന് ശേഷം ഇതുപോലെ ടിഷ്യൂ പേപ്പറിൽ ഇട്ടിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുത്താൽ മതി. അപ്പോൾ ആ സമയം നമുക്ക് അവലൊന്ന് വറുത്തെടുക്കണം. ഞാൻ 2.5 കപ്പ് അവലാണ് എടുത്തിട്ടുള്ളത്. അവലെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, മട്ട അവൽ വേണം എടുക്കാനായിട്ട്. അതും തിന്നായിട്ടുള്ള എടുക്കരുത്, കുറച്ച് കട്ടിയായിട്ടുള്ള അവലുണ്ടല്ലോ, അത് വേണം എടുക്കാനായിട്ട്. അവൽ നന്നായി ചൂടാക്കി എടുക്കുമ്പോൾ നമ്മൾ കൈകൊണ്ട് തിരുമ്പോൾ ഒന്ന് പൊടിഞ്ഞു വരും. അതാണ് അതിൻ്റെ പാകം. ഇനി അവൽ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി അതേ പാത്രത്തിൽ തന്നെ നമുക്ക് എള്ളൊന്ന് വറുത്തെടുക്കണം. എള്ള് വറുത്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, കുറച്ച് ഉള്ളുള്ള പാത്രത്തിൽ വേണം എള്ള് വറുത്തെടുക്കാനായിട്ട്. പരന്ന പാത്രത്തിലാകുമ്പോൾ എള്ള് പൊട്ടി ഇങ്ങനെ പുറത്തേക്ക് തെറിച്ച് പോവും. അപ്പോൾ അതുകൊണ്ട് ഉള്ളുള്ള പാത്രത്തിൽ വേണം വറുത്തെടുക്കാനായിട്ട്. അപ്പോൾ എള്ള് ചൂടായി വരുമ്പോൾ നന്നായിട്ട് പൊട്ടി വരും. അതാണ് അതിൻ്റെ പാകം. നന്നായി പൊട്ടി വന്നാൽ നമുക്ക് പാത്രത്തിൽ നിന്ന് മാറ്റിയെടുക്കാം. ഇനി വേണ്ടത് കരിപ്പെട്ടിയാണ് കേട്ടോ. കരിപ്പെട്ടി 400 ഗ്രാമാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് കഷ്ണങ്ങളാക്കി എടുക്കണം. അപ്പോൾ പെട്ടെന്ന് തന്നെ മെൽറ്റായി കിട്ടും. ഇവിടെ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. കരിപ്പെട്ടിയിൽ ധാരാളം അയണും മാഗ്നീഷ്യം ഒക്കെ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. ബ്ലഡിൻ്റെ അളവ് കുറവുള്ളവർക്കൊക്കെ ഇതുപോലെ കരിപ്പെട്ടിയിൽ നമ്മൾ തയ്യാറാക്കിയാൽ മതി. അതല്ല ഇനിയിപ്പോൾ കരിപ്പെട്ടി ഇല്ല എങ്കിൽ ശർക്കര എടുത്താലും മതി കേട്ടോ. പക്ഷേ കരിപ്പെട്ടിയാണ് കുറച്ചുകൂടി നല്ലതായിട്ട് വരുന്നത്. അപ്പോൾ കരിപ്പെട്ടി നന്നായിട്ട് തന്നെ മെൽറ്റായി വന്നിട്ടുണ്ട്. അതൊന്ന് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി വേണ്ടത് കുറച്ച് കപ്പലണ്ടിയാണ് കേട്ടോ. കപ്പലണ്ടിയിൽ പ്രോട്ടീനും മിനറൽസും വൈറ്റമിൻസൊക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട്. എല്ലുകളുടെ ബലത്തിനും വയറിലും കുടലിലും ഉണ്ടാകുന്ന ക്യാൻസറിനെ ചെറുക്കാനും കപ്പലണ്ടി നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇതിൽ ചെറിയൊരളവിൽ കാഷ്യൂനട്ടും കൂടി ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കപ്പലണ്ടി ഇല്ല എങ്കിൽ നമുക്ക് പൊട്ടുകടല ചേർക്കാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ കപ്പലണ്ടി എൻ്റെ അടുത്ത് അളവ് കുറവായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ കാഷ്യൂനട്ടും കൂടി ചേർത്തത്. 3/4 കപ്പ് അളവിലാണ് ഞാൻ നട്ട്സ് ചേർത്തിട്ടുള്ളത്. ഇനി ഒരു പാൻ വെച്ച് കൊടുക്കാം. ഞാനിവിടെ ഉരുളിയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് തേങ്ങയാണ്. 2 കപ്പ് തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതൊന്ന് വറുത്തെടുക്കണം. തേങ്ങയുടെ കളറൊന്നും മാറി വരേണ്ട കാര്യമില്ല, ഒന്ന് വറുത്തെടുത്താൽ മതി. തേങ്ങ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ കരിപ്പെട്ടി ഒന്ന് അരിച്ചൊഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് കരിപ്പെട്ടി ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ അരിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് അരിച്ചൊഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. പിന്നെ ഇത് നന്നായി വറ്റിച്ചിട്ട് ഒരു നൂൽപ്പരുവ് ആവേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. തേങ്ങ നന്നായിട്ടൊന്ന് വിളയിച്ചെടുത്താൽ മതി. അതിനുശേഷം നമ്മൾ അവലൊക്കെ വിളയിക്കുന്നത് പോലെ തന്നെയാണ്. തേങ്ങ ഒന്ന് വിളയിച്ചെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് എള്ള് ഇട്ട് കൊടുക്കാം. നന്നായി വറ്റിച്ചെടുക്കുമ്പോഴാണ് ഇത് തയ്യാറാക്കിയതിന് ശേഷം എല്ലാം കട്ടിയായി പോകുന്നത്. അപ്പോൾ അതില്ലാതിരിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് എള്ള് വറുത്തെടുത്തത് ഇട്ട് കൊടുക്കാം. എള്ള് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഈ ഒരു സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കാൻ ശ്രദ്ധിക്കണം. എല്ലാം ഇളക്കിയെടുത്തതിന് ശേഷം നമ്മൾ വറുത്തെടുത്തിട്ടുള്ള അവലും കൂടി ഇട്ട് കൊടുക്കാം. കരിപ്പെട്ടി ഒന്ന് ഡ്രൈ ആവേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്കിത് പൊടിച്ചെടുക്കേണ്ട കാര്യമൊന്നും വരുന്നില്ല കേട്ടോ. അധികം സമയമൊന്നും നമുക്കിതുമ്മ വരുന്നില്ല. ഇപ്പോൾ എള്ള് നന്നായിട്ട് തന്നെ ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് അവലും കൂടി ഇട്ട് കൊടുക്കാം. അവലും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇപ്പോൾ എള്ളും അവലും ആ ഒരു കരിപ്പെട്ടിയിൽ നന്നായിട്ട് തന്നെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്ലേവർ ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ജീരകപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂണാണ് കേട്ടോ ജീരകപ്പൊടി. ചെറിയ ജീരകം പൊടിച്ചിട്ടുണ്ടല്ലോ, ക്യൂമിൻ സീഡ്, അതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി അതിൻ്റെ മേലെ 1 ടീസ്പൂണ് ചുക്കുപൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ തന്നെ ഏലക്ക കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏലക്കപ്പൊടിയാണ്, അത് ഞാൻ പഞ്ചസാര കൂട്ടി പൊടിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ 1 ടീസ്പൂൺ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടിയിട്ടൊന്ന് നന്നായി യോജിപ്പിച്ചെടുക്കാം. കരിപ്പെട്ടിയൊക്കെ ഇപ്പോൾ നന്നായിട്ട് തന്നെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ വറുത്തെടുത്തിട്ടുള്ള ആ കപ്പലണ്ടി ഉണ്ടല്ലോ, അതും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ടെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത്രേ ഉള്ളൂ, നമ്മുടെ അവലും എള്ളും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകും, വളരെ എളുപ്പമാണല്ലോ ഇത് ചെയ്തെടുക്കാനായിട്ട്. നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ചേരുവയിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഇത് ടീനേജേഴ്സ് ആയിട്ടുള്ള കുട്ടികൾക്കും മുടി കൊഴിച്ചിലുള്ളവർക്കും ആർത്തവക്രമക്കേടുള്ളവർക്കൊക്കെ ഇത് കഴിക്കുന്നത് നല്ലതാണ്.
അതുപോലെ ബ്ലഡിൻ്റെ കുറവുള്ളവർക്ക് എല്ലാവർക്കും ഇത് കഴിക്കുന്നത് നല്ലതാണ്. ഇതിലടങ്ങിയിട്ടുള്ള എല്ലാ ഐറ്റംസും നമുക്ക് ശരീരത്തിന് വളരെയധികം ഗുണങ്ങൾ ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് തയ്യാറാക്കി വെക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത് ഓരോ ടീസ്പൂൺ രാവിലെ കഴിച്ചാൽ മതി. വളരെ നല്ലതാണ് നമ്മുടെ ഹെൽത്തിന്. ഇതിപ്പോൾ ഈ കർക്കിടക മാസത്തിൽ കഴിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ. അതല്ലാതെയും ഇത് കഴിക്കാവുന്നതാണ്. ഇതിനു മുമ്പ് ഞാൻ മരുന്നുണ്ട, കർക്കിടക കഞ്ഞി, അതുപോലെ തന്നെ ഉലുവാപ്പാലൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടാൽ മതി. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് അതിലെ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.